ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കളരി എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിലെ അത്ലറ്റിന്റെയും അതോടൊപ്പം തന്നെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും നവീകരിക്കുന്ന പദ്ധതിയാണിത്. അതിന്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കീഴിലുള്ള ഹോസ്റ്റലുകൾ, സ്റ്റേഡിയങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ എല്ലാം തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ കളരി എന്ന പേരിലൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ കളരി പൈപ്പുമായി ബന്ധപ്പെട്ടുള്ളതല്ല, അതൊരു ഷോർട്ട് ഫോമാണ്. കേരളത്തിലെ അത്ലറ്റിക്സിൻ്റെയും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയൊക്കെ ഒരു റീവാമ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഇനി മുതൽ കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് കീഴിലുള്ള ഹോസ്റ്റലുകൾ, അതോടൊപ്പം തന്നെ സ്റ്റേഡിയങ്ങൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ അതെല്ലാം തന്നെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുക. അതിന് സർക്കാർ ഓർഡറായി കഴിഞ്ഞു. ചടങ്ങിൽ മന്ത്രി ഒ.ജെ. ജനീഷ് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ലാ ടീം 2ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലാ ടീം 3ാം സ്ഥാനവും നേടി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അണ്ടർ 15 ബോയ്സ്, അണ്ടർ 17 ഗേൾസ്, അണ്ടർ 17 ബോയ്സ് സ്കൂൾ ടീമുകളായിരുന്നു മത്സരിച്ചത്. സമാപന സമ്മേളനത്തിൽ MLA രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ IM വിജയൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.